ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് പറഞ്ഞിരുന്നുവല്ലോ, അതൊന്ന് വ്യക്തമാക്കാമോ? വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഓർമ്മ, എന്നാലും ഒന്നുകൂടി പറയാം. വേദാന്തത്തിന്റെ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരും. ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര. ഇതാണ് വേദാന്തത്തിന്റെ സാരം. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ഇതാണ് സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്ത സാരം. എന്താണ് മിഥ്യ എന്ന് പറഞ്ഞ അർത്ഥം? മിഥ്യ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇല്ലാത്തതല്ല. മിഥ്യയുടെ ലക്ഷണം അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം. പരമാർത്ഥത്തിൽ ഇല്ല എന്നിരിക്കെ ഉണ്ടെന്ന് ഭാഷിക്കുന്നതാണ് മിഥ്യാത്വം. ഉണ്ട്, ഉണ്ടോ? ഇല്ല, സദ്ഭിന്നമായിട്ടില്ല. ഇതാണ് മിഥ്യാലക്ഷണം. അപ്പോൾ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നിടത്ത് സത്യമായത് മാത്രമേ സത്യമുള്ളൂ, അതിൽ നിന്ന് ഭിന്നമായ ജഗത്ത് പരമാർത്ഥത്തിലില്ല എന്നാണ് അർത്ഥം. ശരി, അപ്പൊ വേറൊരാൾ വന്ന് പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് സത്യം. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് സത്യമാണ്. നമ്മൾ പറയുന്നു നമുക്ക് തർക്കിച്ച് നേരം കളയണ്ട, അടി കൂടണ്ട, അതിനെ അനുമോദിക്കാം. ശരിയാട്ടോ നീ പറഞ്ഞത്. എങ്ങനെയാ ശരിയാവുക? സ്വാമി വേദാന്തിയല്ലേ, ശങ്കര പരമ്പരയില് സന്യസിച്ച ആളല്ലേ, പിന്നെ ശങ്കരാചാര്യർക്ക് വിരുദ്ധമായി പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എന്താ കുഴപ്പം? ഈ ജഗത്ത് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അസ്ഥ്യസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. അപ്പൊ ജഗത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉള്ളത്? അവയവങ്ങളൊക്കെ വേർപെടുത്തി കഴിഞ്ഞാൽ ജഗത്തുണ്ടോ? ഇല്ല. അപ്പൊ ജഗത്ത് ഉണ്ടെന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താ? ആ ഉണ്മയാണ്. ആ ഉണ്മ സത്യമായി ഭാഷിക്കുകയാണ്. ഇപ്പൊ ജഗത്തിലൂടെ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിലൂടെ ഞാൻ ആ ഉണ്മയെ മനസ്സിലാക്കുന്നു. ഒരാള് തൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ ഒരു മുഖംമൂടി ഇട്ട് വന്നു. എന്ത് മുഖംമൂടിയാണ്? എന്തെങ്കിലും ഒരു മുഖംമൂടി. പേടിപ്പെടുത്തുന്ന ഒരു മുഖംമൂടി ഇട്ടാണ്. ദംഷ്ട്രമൊക്കെ ആയി, ഉണ്ടാ കാണുന്നു ദംഷ്ട്രോ. ആ ദംഷ്ട്രത്തിൽ നിന്ന് ഇങ്ങനെ ചോര വിട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുട്ടി കരയാൻ തുടങ്ങി. ഇതാരത്? കുട്ടിയുടെ അച്ഛനാണ്. കുട്ടി കരയാണ്, പക്ഷെ കുട്ടിയുടെ അടുത്തുള്ള പട്ടി വാലാട്ടുകയാണ്. കാരണം എന്താ? അത് ഇയാളെ മുഖമല്ല നോക്കണം, അതിന് മണം അറിയാതെ. ഇതാരാണ് ആള്? നമ്മളെ യജമാനാണെന്ന് അയാൾക്കറിയാം. അപ്പൊ കുട്ടി കരയുന്നു, പട്ടി വാലാട്ടുന്നു. ഏതാ ശരി? എന്താ അഭിപ്രായം? ചിന്തിക്കുക. ഇനി അയാൾ ഈ പട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സെന്റൊക്കെ പൂശി വന്നാലും പട്ടിക്കറിയും. പട്ടിക്ക് ചെറിയ കാലിന്റെ സ്പന്ദനം പോലും തിരിച്ചറിയാൻ കഴിവുണ്ട് തൻ്റെ യജമാനൻ. ഇതേ ഉള്ളൂ. അറിയുന്ന ആൾക്ക് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ജഗത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ ഉണ്മ ബ്രഹ്മമാണ്, ആത്മഭിന്നമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ബ്രഹ്മസത്യം ജഗത് സത്യം. തല്ലുകൂടേണ്ട ആവശ്യമില്ല. സത്യം ഒന്ന് മാത്രം. സത്യസ്യ സത്യം, സത്യത്തിന്റെ സത്യം. കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നമില്ലെന്നേ. നോക്കൂ, നേതി ക്രമത്തിൽ ഇതല്ല പരമസത്യം, ഇതല്ല പരമസത്യം എന്ന് ദൃശ്യമാനമായിരിക്കുന്ന, ദൃശ്യമാനം വെച്ചാൽ ദൃശ്യമാനം, ശ്രൂയമാനം, അങ്ങനെ കാണപ്പെടുന്ന, കേൾക്കപ്പെടുന്ന, രുചിക്കപ്പെടുന്ന, സ്പർശിക്കപ്പെടുന്ന, വാസനിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിരസിച്ച് നിരസിക്കാനാവാത്ത അനിഷേധ്യമായ സത്യത്തിൽ എത്തിച്ചേരുകയാണ്.
ആ സത്യമാണ് ഇതെല്ലാമായി കാണുന്നത് എന്ന് അറിഞ്ഞ വിജ്ഞാനിയെ സംബന്ധിച്ച് ഭിന്നമായിട്ടൊന്നില്ല. സർവം ഖലു ഇദം ബ്രഹ്മ. അതെ, സത്തിൽ നിന്ന് അസത്ത് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് അസത്തല്ലല്ലോ, ഇത് സത്താണത്. ഇത് സത്താണ്. ജ്ഞാനിക്ക് സത്തുലക് ചിത്ത് സുഖസ്വരൂപം. മറ്റവന് ഇല്ലാത്തത്. ഇതാണ് വ്യത്യാസം. സത്തല്ലാത്തൊന്നില്ല, അസത്തില്ല, ആനന്ദമല്ലാത്തൊന്നില്ല. വലിയ കാഴ്ചപ്പാടാണ്. അത് വേറൊരു തലമാണത്, വിചാരത്തിന്റെ തലമല്ല അത്, വളരെ സമുന്നതമായ തലമാണ്.